Hi friends, again welcome back to another video of VPG Info channel. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് മിനിറ്റുകൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് സ്റ്റണ്ണിങ് വീഡിയോ സ്റ്റോറി അല്ലെങ്കിൽ റീൽ നിർമ്മിക്കുക എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനൊരു ആപ്ലിക്കേഷനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്റ്റോറി ആർട്ട് മേക്കർ. 4.1 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതും 5 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ളതുമായ ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് സ്റ്റോറി ബിറ്റിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ ഒട്ടനവധി ടെംപ്ലേറ്റ്സ് ഉണ്ട്. പെയ്ഡ് വേർഷൻ ടെംപ്ലേറ്റ്സും അതുമാതിരി ഫ്രീ ടെംപ്ലേറ്റ്സും ഉണ്ട്. വളരെ പെട്ടെന്ന് വെച്ചാൽ 2-3 മിനിറ്റുകൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് സ്റ്റോറി അല്ലെങ്കിൽ റീൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പാണിത്. ഇവിടെ നമുക്ക് ഒട്ടനവധി ടെംപ്ലേറ്റ്സ് കാണാൻ കഴിയും. ഇത് അധികവും പെയ്ഡ് വെർഷനാണ്. സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയൂ. അതിനിടയ്ക്ക് കുറച്ച് ചെറിയ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സും ഉണ്ട്. അതേതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ടെംപ്ലേറ്റ്സ് ക്രമീകരിച്ചിരിക്കുന്നതിൽ റീൽ സ്പെഷ്യൽ, ട്രെൻഡിങ്, അതുപോലെ തന്നെ ബീറ്റ്, പബ്ജി മോണ്ടേജ്, ക്രിസ്മസിൻ്റെ വരാൻ പോകുന്ന ക്രിസ്മസിന് അയക്കാനുള്ളതും അത് ക്രിസ്മസിൻ്റെ പീരീഡിൽ അയക്കുന്ന റീലുകൾക്കും, മൂവി പ്രോ, ലിറിക്സ് സ്പെഷ്യൽ, അതുപോലെ മൂവി, അതുപോലെ തന്നെ ഡ്രോപ്പ് ഷാഡോ, 3D, പാർട്ടിക്കിൾ, അങ്ങനെ ഒട്ടനവധി ടെംപ്ലേറ്റ്സിൽ ഇവിടെയുണ്ട്. ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ്സ് ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ താഴെ ഒരു ടൈം ലൈന് ഒരു നീഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തൊട്ട് താഴെ 2 ഓപ്ഷനാണുള്ളത്. ഈ തുടക്കത്തിലുള്ള ഇടത് ഭാഗത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കുറേ പ്ലസ് ഐക്കണോട് കൂടിയ ഫോട്ടോ ആണ് ഇവിടെ കാണുന്നത്. അതിലേതെങ്കിലും ഒരു പ്ലസ് ഐക്കൺ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരെ നമ്മളുടെ മൊബൈലിലെ ഫയലിലേക്കാണ് പോകുന്നത്. ആ ഫയലിൽ ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ ഏത് ഫോട്ടോ എവിടെയാണെന്നില്ല ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം. നമ്മളിവിടെ 7 ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞത്. 7 ഫോട്ടോസ് 7 ഫോട്ടോസാണ്. നമ്മളിവിടെ 7 ഫോട്ടോസ് സെലക്ട് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7. അതിനുശേഷം നിങ്ങൾ വലതുഭാഗത്ത് മുകളിലുള്ള ഒരു ടിക്ക് ഐക്കണ്ട അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ലോഡായി, അത് നമ്മൾ റീലായി മാറിയിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ വലത് ഭാഗത്തുള്ള ഒരു ഓപ്ഷനിൽ അത് സംഗീതത്തിൻ്റെ മ്യൂസിക്കിൻ്റെതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. സെലക്ട് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യപ്പെട്ട ഏതാണോ ആ പിക്ചറിന് അനുയോജ്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് കൊടുക്കാൻ കഴിയും. ഇവിടെ ഞാനൊരു പാട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് സെലക്ട് ചെയ്യാൻ യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ യൂസിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഒരു മ്യൂസിക് ഏഡ് ചെയ്തു. ഇങ്ങനെയാണ് ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു റീൽ അല്ലെങ്കിൽ സ്റ്റോറി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയാം. ഇനി നമുക്കിത് സേവ്, വലത് ഭാഗത്ത് മുകളിലുള്ള സേവ് എന്ന ഓപ്ഷൻ കൊടുക്കാം. ഇപ്പം സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേവിങ് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഇതാ നമ്മൾ ചെയ്തിരിക്കുന്ന ആ റീൽ, അത് ഒന്ന് വലിയ രൂപത്തിൽ കാണണമെങ്കിൽ
ഇവിടെ വലത് ഭാഗത്ത് മുകളിലൊരു കണ്ണിൻ്റെ ഐക്കൺ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാ നമ്മൾ ചെയ്തിരിക്കുന്ന ആ റീൽ. ഇനി ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. ഇതാ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം നമുക്ക് ഇതുമാതിരി കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.